നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറം 5 ആണ്. തിയറം 5 ഇങ്ങനെ പറയുന്നത് എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആയിരിക്കും ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ജിയിലുള്ള 2 എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓൾ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കിട്ടുന്നുണ്ടോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഇൻവേഴ്സിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അതുപോലെ തന്നെ എ ഇൻവേഴ്സ് ഇൻറ്റു എ ചെയ്താലും ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അങ്ങനെയല്ലേ, അതിനല്ലേ നമ്മൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്താ, എ ബീൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. അപ്പോൾ അത് പറയണമെങ്കിൽ എന്താ, ഇതിന് രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ഇ കിട്ടുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ തിരിച്ചും ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ചെയ്യുന്ന സമയത്തും ഇ കിട്ടുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്രൂവ് ചെയ്യാം. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് ഇതിന് ഇൻവേഴ്സ് എന്ന് പറയണമെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇ കിട്ടണം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഗ്രൂപ്പാണല്ലോ, ജി ഒരു ഗ്രൂപ്പാണല്ലോ. ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് എന്തെഴുതാം, ബീനെയും ബി ഇൻവേഴ്സിനെയും ബ്രാക്കറ്റ് ചെയ്യാം. അപ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അതിൽ ആ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചു, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഒരു എലമെൻറ്റിനെ അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഇ എന്ന് എഴുതി. ഇനി എനെ ഇനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, അതായത് ബ്രാക്കറ്റ് ചെയ്തു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട്. എ ഇൻറ്റു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടണം, എ തന്നെ കിട്ടണം. ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ എ എന്ന് എഴുതി. പിന്നെ നമുക്കറിയാം എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഒരു എലമെൻറ്റിനെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഐഡൻറ്റിറ്റി എലമെൻറ്റ്. നെക്സ്റ്റ് തിരിച്ച് പ്രൂവ് ചെയ്യാം, അതായത് ഈ സൈഡ് പ്രൂവ് ചെയ്യാം. ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ തന്നെ എ ഇൻവേഴ്സ് എ എന്ന് ബ്രാക്കറ്റ് ചെയ്തു ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി ഇതെന്താ, ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ലേ, ഇ. അപ്പോൾ ബി ഇൻവേഴ്സ് ഇ ഇൻറ്റു ബി എന്ന് എഴുതി. ഇനി ഐഡൻറ്റിറ്റി എലമെൻറ്റിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെ കിട്ടും. അപ്പോൾ ബി എന്ന് കിട്ടി, അല്ല ബി ഇൻവേഴ്സ് എന്ന് കിട്ടി. ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇ ആണ്. അപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു, എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. നെക്സ്റ്റ് നമുക്ക് തിയറം 6 ഡിസ്കസ് ചെയ്യാം. ഫോർ എനി ഗ്രൂപ്പ് ജി, ജി ഈസ് അബീലിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ജി അബീലിയൻ ആയിരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് സൈഡിലേക്കും പ്രൂവ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, പി ഇംപ്ലൈസ് ക്യൂ ആയിരിക്കണം, തിരിച്ച് ക്യൂ ഇംപ്ലൈസ് പി യു ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ അതെന്താ, ജി അബീലിയൻ ആണെങ്കിൽ എ ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആയിരിക്കും. തിരിച്ചും എന്ത് തന്നെ ആയിരിക്കും, എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ആണെങ്കിൽ ജി അബീലിയൻ ആയിരിക്കും. അങ്ങോട്ടും പറയാൻ പറ്റണം, നമുക്ക് തിരിച്ച് ഇങ്ങോട്ടും പറയാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റത്തെ കേസ് പ്രൂവ് ചെയ്യാം. ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ജി അബീലിയൻ ആണെന്ന് അസ്യൂം ചെയ്യുക. കണ്ടോ, ജി അബീലിയൻ ആണെന്ന് അസ്യൂം ചെയ്യുക. അബീലിയൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ അബീലിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമ്പോഴാണ് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കുക. അതായത് എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കണം. ഇനി അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യേണ്ടത്, എന്താ, എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആയിരിക്കും. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അത് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എ ബി ഹോൾ സ്ക്വയർ നമ്മൾ എ ബി ഇൻറ്റു എ ബി എന്ന് എഴുതി, അങ്ങനെ എഴുതിക്കൂടെ. എന്നിട്ട് അതിന് ശേഷം ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് ബ്രാക്കറ്റ് എങ്ങോട്ട് മാറ്റാം, ബി ഇൻറ്റു എനെ ബ്രാക്കറ്റ് ചെയ്യാം. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എന്നിട്ട് നമുക്ക് എന്തെഴുതാം, ബി എക്ക് പകരം എന്ത് കൊടുക്കാം, എ ബി എന്ന് കൊടുത്തൂടെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന്. അപ്പോൾ അതിന് പകരം എ ബി എന്ന് കൊടുത്തു. എന്നിട്ട് പിന്നെയും നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അതായത് എ ഇൻറ്റു എനെ ബ്രാക്കറ്റ് ചെയ്തു, ബി ഇൻറ്റു ബീനെ ബ്രാക്കറ്റ് ചെയ്തു. അപ്പോൾ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ, എ സ്ക്വയർ ആണ്. ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ, ബി സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് കിട്ടി, എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടി. ഇനി അടുത്തത് തിരിച്ച് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ്ലി എന്ത് പ്രൂവ് ചെയ്യണം, എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ആണെങ്കിൽ ജി ഒരു അബീലിയൻ ആയിരിക്കും.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എഴുതി തന്നിട്ടുള്ളത് എ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആണ്. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു. എ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എ ബി ഇൻറ്റു എ ബി എന്ന് എഴുതാം. എ സ്ക്വയർ ബി സ്ക്വയറിന് പകരം എ ഇൻറ്റു എ ബി ഇൻറ്റു ബി എന്ന് എഴുതാം. ഇനി ഇതിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. എ ഇൻറ്റു ബി ഇൻറ്റു എനെ നമ്മൾ ബ്രാക്കറ്റ് ചെയ്തു, ബി എന്ന് എഴുതി. അതുപോലെ തന്നെ ഇവിടെ എന്താ ചെയ്തത് എ ബിനെ ബ്രാക്കറ്റ് ചെയ്തു. ഇനി ബൈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്യാൻസലേഷൻ ലോ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ബൈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്യാൻസലേഷൻ ലോ നമുക്ക് ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, കട്ട് ചെയ്യാം. ഇവിടെയും ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്, അതിനെ കട്ട് ചെയ്യാം. ബാക്കി എന്ത് വരും ബി എ ഈക്വൽ ടു എ ബി. അതായത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം അബീലിയൻ ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് തിയറം 7 ആണ്. ജി ഈസ് അബീലിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. നമ്മൾ ഓൾറെഡി തിയറം 5 എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു? എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെന്ന് അല്ലേ? പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻ വരരുത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അബീലിയൻ ആണെന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അബീലിയൻ ആണെന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ജി ഈസ് അബീലിയൻ, കണ്ടാ ജി ഈസ് അബീലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജി അബീലിയൻ ആവുന്ന കേസിലാണ് എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ആവുന്നത്. അപ്പോൾ ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത പോലെ ആദ്യം അങ്ങോട്ടും പ്രൂവ് ചെയ്യണം, കോൺവേഴ്സിൽ തിരിച്ചും പ്രൂവ് ചെയ്യണം. അബീലിയൻ ആണെങ്കിൽ എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ആണെന്നും പ്രൂവ് ചെയ്യണം. ഈ എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ആണെങ്കിൽ തിരിച്ച് ജി അബീലിയൻ ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. അസ്യൂം ദാറ്റ് ജി ഈസ് അബീലിയൻ. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം അബീലിയൻ എപ്പോഴാവുക? എ ബി ഈക്വൽ ടു ബി ആകുമ്പോൾ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം എ ബി ഇൻവേഴ്സ് എന്താ വരികയെന്ന്. എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു നമ്മൾ തിയറം 5 വെച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെന്ന്. അപ്പോൾ അതിനങ്ങനെ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് എഴുതി. ഇനി നമുക്കതിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് എങ്ങനെ എഴുതാം? എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് എഴുതാം. കാരണം എന്താ? ജി അബീലിയൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അബീലിയൻ ആണെങ്കിൽ ജിയിലുള്ള ഏത് 2 എലമെൻറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചെഴുതാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് തിരിച്ചെഴുതാം. ഇവിടെ ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും ജിയിലുള്ള 2 എലമെൻ്റാണ്, ഇൻവേഴ്സുകളാണ്. അപ്പോൾ അതിനെ നമുക്ക് തിരിച്ചെഴുതി കൂടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് കോൺവേഴ്സ് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ജി അബീലിയൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എ ബി ഈക്വൽ ടു ബി എന്ന് കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് തന്നിട്ടുള്ള കാര്യം എഴുതാം. എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെന്താ, നമുക്ക് ഓൾറെഡി അറിയാം തിയറം 5 വഴി എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെന്ന്. അപ്പോൾ ഇത് 2 ഈക്വൽ ആയിരിക്കില്ലേ? അതിനതുപോലെ ഈക്വലാക്കി എഴുതി. നെക്സ്റ്റ് കേസിൽ 2 സൈഡിലും നമ്മൾ ഇൻവേഴ്സ് എടുത്തു. ടേക്കിംഗ് ഇൻവേഴ്സ് ബോത്ത് സൈഡ് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവേഴ്സ് ബോത്ത് സൈഡിലും ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്ത് വരും? എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് വരും, പിന്നെ ബി ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് വരും, ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ഡബിൾ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എ തന്നെ ആയിരിക്കും ഫസ്റ്റ്, സെക്കൻഡ് ബി ആയിരിക്കും, അതുപോലെ തന്നെ ബി ഇൻറ്റു എ എന്ന് കിട്ടും. അതൊന്നുമില്ല, ഓൾറെഡി പഠിച്ചതാണ്. എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണെന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ തിയറം 8 ആണ് പറയാൻ പോകുന്നത്. എ നോൺ എംപ്റ്റി സബ്സെറ്റ് എച്ച് ഓഫ് എ ഗ്രൂപ്പ് ജി ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യത്തെ കണ്ടീഷൻ എന്താ? എ ബിലോങ്സ് ടു എച്ച് ആൻഡ് ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ബി ബിലോങ്സ് ടു എച്ച് ആയിരിക്കണം. അതാണ് നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടി അല്ലേ? നെക്സ്റ്റ് എന്താ? എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ഇൻവേഴ്സും എന്തായിരിക്കണം? ബിലോങ്സ് ടു എച്ച് ആയിരിക്കണം. അതായത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടീഷൻ പറയുന്നത്. എച്ചിനെ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പറയണമെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം, ഒന്ന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയും നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം സബ് ഗ്രൂപ്പായിട്ട് എടുത്തതിന് ശേഷം ഈ 2 കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ കേസിൽ ഈ 2 കണ്ടീഷനും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഒരു സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. അസ്യൂം ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ സബ് ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്തായിരിക്കണം? എച്ച് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രൂപ്പ്. എച്ച് എന്തായിരിക്കണം? ഒരു ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും എന്ത്
ഹോൾഡ് ചെയ്യണം, ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യണം. നമുക്ക് ഈ രണ്ടെണ്ണം എഴുതി കൂടെ? ക്ലോഷർ പ്രോപ്പർട്ടി വഴി എ ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ബി ബിലോങ്സ് ടു എച്ച് ആയിരിക്കും ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തേത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, അതായത് എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് തിരിച്ച് ഈ രണ്ട് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ക്ലോഷർ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് ഒരു സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എച്ച് സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം സബ് ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ അറിയണം. എച്ച് എന്തായിരിക്കണം? ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് എച്ചിനെ പറയാൻ പറ്റണം. ഗ്രൂപ്പ് ആവണമെങ്കിൽ നമുക്ക് 4 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം, രണ്ടാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, മൂന്നാമത്തേത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം. ക്ലോഷർ പ്രോപ്പർട്ടി അത് ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടില്ലേ? കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എച്ച് സബ് ഗ്രൂപ്പാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി, അതുകൊണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയും. നെക്സ്റ്റ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ എ ബി സി ബിലോങ്സ് ടു എച്ച്. എച്ച് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ജി അല്ലേ? അപ്പോൾ എച്ചിലുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ടാവും? ജിയിലുണ്ടായിരിക്കും. അപ്പോൾ ജിയിൽ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറയാം? എ ഇൻറ്റു ബി ഇൻറ്റു സീനെ നമുക്ക് എ ബി ഇൻറ്റു സി എന്ന് എഴുതാം. കാരണം ഈ എ ബി സി എന്ന് പറയുന്നത് ജിയിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് എച്ചിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് അസോസിയേറ്റീവായിട്ട് എഴുതാം. പിന്നെ ഇൻവേഴ്സിൻ്റെ കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് ഈ തന്നിട്ടുണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ കേസ് നോക്കാം. അതായത് എ ബിലോങ്സ് ടു എച്ച് ആണ്, എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആണ്. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എച്ചിൽ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ബൈ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് എ ഇൻറ്റു എ ഇൻവേഴ്സ് എവിടെ എക്സിസ്റ്റ് ചെയ്യണം? എച്ച് തന്നെ എക്സിസ്റ്റ് ചെയ്യണം. അതാണല്ലോ ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ എ ഇൻറ്റു ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അപ്പോൾ അത് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? എച്ചിലും ഉണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിന് വേണ്ട 4 കണ്ടീഷനും എച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഹായ് ഓൾ, നെക്സ്റ്റ് നമ്മൾ തിയറം 9 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ നോൺ എംപ്റ്റി സബ്സെറ്റ് എച്ച് ഓഫ് ഗ്രൂപ്പ് ജി ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. അതായത് ഇവിടെയും ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് ആൻഡ് ഓൺലി ഇഫ് വരുമ്പോഴെങ്ങനെയാണ്? അപ്പോൾ ഇവിടെ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഉണ്ട്, അതുപോലെ തന്നെ എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ആകുമ്പോൾ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആയിരിക്കണം. ഇതിനെ നമ്മൾ പി ആയിട്ടും ഇതിനെ ക്യൂ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ഇഫ് ആൻഡ് ഇഫ് ഓൺലി ഇഫ് ക്യൂ ആണ്. അതായത് പി ഇംപ്ലൈസ് ക്യൂ ആയിരിക്കണം, ക്യൂ ഇംപ്ലൈസ് പിയും ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. സെക്കൻഡ് എന്താ? ക്യൂ ആയിട്ട് ഇവിടെ എന്താ? എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ നമുക്ക് എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആയിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ നോക്കാം. അസ്യൂം ദാറ്റ് എച്ച് ഈസ് സബ് ഗ്രൂപ്പ് ഓഫ് ജി. എച്ച് എന്ന് പറയുന്നത് ജിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സബ് ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് എച്ച് എന്തായിരിക്കണം? ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രൂപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എച്ച് എന്തായിരിക്കണം? അതൊരു ഗ്രൂപ്പ് ഇറ്റ് സെൽഫ് ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ആയി കഴിഞ്ഞാൽ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. ക്ലോഷർ പ്രോപ്പർട്ടി, അതുപോലെ അസോസിയേറ്റിവിറ്റി, ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വെച്ച് നമുക്ക് പറയാം എ ബിലോങ്സ് ടു എച്ച് ആൻഡ് ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ബി എന്തായാലും എവിടെ ഉണ്ടായിരിക്കും? എച്ചിലുണ്ടായിരിക്കും ബൈ ക്ലോഷർ പ്രോപ്പർട്ടി. നെക്സ്റ്റ് നമുക്കറിയാം ബി ബിലോങ്സ് ടു എച്ച്, എച്ചിലെ ഒരു എലമെൻ്റ് ആണ് ബി എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും എവിടെ ഉണ്ടായിരിക്കും? എച്ച് തന്നെ ഉണ്ടായിരിക്കും, കാരണം എച്ച് ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എന്താ? ഇവിടെ നമ്മൾ പറഞ്ഞു എ ബിലോങ്സ് ടു എച്ച് ആണ്, ഇവിടെ ബി ഇൻവേഴ്സും ബിലോങ്സ് ടു എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈ ക്ലോഷർ പ്രോപ്പർട്ടി എന്ത് പറയാം? എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. അതായത് ഇവിടെ എയും ബി ഇൻവേഴ്സും എച്ചിലുള്ള 2 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിന് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും എ ബി ഇൻവേഴ്സും എവിടെ തന്നെ ഉണ്ടായിരിക്കണം? എച്ച് തന്നെ ഉണ്ടായിരിക്കണം. അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് 2 കണ്ടീഷനും ഇവിടെ പറഞ്ഞിട്ടുള്ള 2 കണ്ടീഷനും ഇവിടെ കിട്ടിയില്ലേ? എ ബിലോങ്സ് ടു എച്ച്, ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ അത്? ഇനി നമുക്ക് കോൺവേഴ്സ്ലി പ്രൂവ് ചെയ്യാം. അതായത് ക്യൂ ഇംപ്ലൈസ് പി. തിരിച്ചെന്ന് പറഞ്ഞാൽ എന്താ? എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. അതായത് 2 എലമെൻ്റ് ഉണ്ട്, എയും ബിയും. അങ്ങനെയാണെങ്കിൽ എയും ബി ഇൻവേഴ്സും കൂടി നമ്മുടെ ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എച്ചിൽ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
അപ്പോൾ അത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, കോൺവേഴ്സിലി നമുക്ക് എന്ത് പറയാം, എച്ച് നോട്ട് ഈക്വൽ ടു 5. കാരണം ഇവിടെ പറയുന്നുണ്ട് നോൺ എം ടി സബ്സെറ്റാണ് എച്ച് എന്ന് പറയുന്നത്, ജീൻ്റെ നോൺ എം ടി സബ്സെറ്റാണ് എച്ച്. അപ്പോൾ എ ബിലോങ്സ് ടു എച്ച്, ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആകുമ്പോൾ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. ഇതൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എച്ച് ഈസ് ദ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ എച്ച് സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ? 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം എന്തായിരിക്കും? എച്ച് ഗ്രൂപ്പ് ഇറ്റ് സെൽഫ് ആയിരിക്കണം. ഗ്രൂപ്പ് ആവണമെങ്കിൽ 4 കണ്ടീഷൻ ഉണ്ട്. ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ടേക്ക് എനി എ ബിലോങ്സ് ടു എച്ച്. എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, എച്ചിലുള്ളൊരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് നൗ അപ്ലൈ ദ ഗിവൺ കണ്ടീഷൻ. അതായത് നമുക്കിങ്ങനെ പറയാം, അതായത് ഇവിടെ എ ബിലോങ്സ് ടു എച്ച് ആണ്, അതുപോലെ തന്നെ എ ബിലോങ്സ് ടു എച്ച്. അങ്ങനെയാണെങ്കിൽ ബൈ ദ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, എ ബിലോങ്സ് ടു എച്ചും ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ബി ഇൻവേഴ്സ് എവിടെ തന്നെ ഉണ്ടായിരിക്കും? ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇവിടെ ബിക്ക് പകരം എ തന്നെ ഒരു തവണ കൂടി എടുത്തു. അപ്പോൾ എ ബിലോങ്സ് ടു എച്ച്, എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് എന്ന് പറഞ്ഞുകൂടെ? ഒന്നുമില്ല, ബിക്ക് പകരം ഇവിടെ എന്തെടുത്തു? എ തന്നെ ഒന്നുകൂടി എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ അല്ലേ? അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? എ ഇൻറ്റു എ ഇൻവേഴ്സ് ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആയിട്ടുള്ള ഇ. ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ. അപ്പോൾ അതെവിടെ ഉണ്ട്? എച്ചിൽ തന്നെയുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് നോക്കേണ്ടത്, നമുക്കറിയാം ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു എലമെൻ്റ് എടുത്തു, എച്ചിലുള്ള ഒരു എലമെൻ്റാണ് എ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എയുടെ ഇൻവേഴ്സും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2 എലമെൻറ്റ് എച്ചിലുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരു കണ്ടീഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? എയും ബിയും എച്ചിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബി ഇൻവേഴ്സ് എച്ചിലുണ്ടെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എലമെൻ്റായിട്ട് ഇനെ കൺസിഡർ ചെയ്തു, സെക്കൻഡ് എലമെൻ്റായിട്ട് എനെ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? ഇ ഇൻറ്റു എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. അതല്ല ഇവിടെ എഴുതിയിട്ടുള്ളത്, ഇ ഇൻറ്റു എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും, ഐഡൻറ്റിറ്റി എലമെൻറ്റ് കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുക? ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ല, സോറി, മറ്റേ എലമെൻറ്റ് തന്നെയായിരിക്കും കിട്ടുക അല്ലേ? ഇ ഇൻറ്റു എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ഇൻവേഴ്സും ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാം. ക്ലോഷർ പ്രോപ്പർട്ടി ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എ കോമ ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ നമുക്കറിയാം എ ബി ബിലോങ്സ് ടു എച്ച് ആയിരിക്കും ഇവിടെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ ബി ഇൻവേഴ്സും എച്ച് തന്നെ ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു, ഓൾറെഡി ഇവിടെ പ്രൂവ് ചെയ്തു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് വെച്ച് തന്നെ ഉണ്ടാവില്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ 2 എണ്ണത്തിനെയും കൺസിഡർ ചെയ്യാം. എയും എച്ചിലുണ്ട്, ബി ഇൻവേഴ്സും എച്ചിലുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എ ഇൻറ്റു ബി ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ്. കാരണം ഇവിടെ എടുത്തിട്ടുള്ള എലമെൻറ്റ് ബി ഇൻവേഴ്സ് ആണ്, അപ്പോൾ അതിന് ഒന്നുകൂടി ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ 2 തവണ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് തന്നെയാണ് കിട്ടുക നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? എ ബി ബിലോങ്സ് ടു എച്ച് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം എ കോമ ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ബിയും എച്ചിൽ തന്നെ ഉണ്ടായിരിക്കും. അതല്ലേ ക്ലോഷർ പ്രോപ്പർട്ടി? അപ്പോൾ അതാണ് നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് അസോസിയേറ്റിവിറ്റി കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ജീൻ്റെ ജീൻ്റെ സബ്സെറ്റാണ് എച്ച് എന്ന് ഓൾറെഡി അറിയാം. അപ്പോൾ ജി അസോസിയേറ്റീവ് ആണെങ്കിൽ എച്ചും എന്ത് തന്നെയായിരിക്കും? അസോസിയേറ്റീവ് ആയിരിക്കും. അപ്പോൾ 4 പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറം 10 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബിലോങ്സ് ടു ജി, ബി ബിലോങ്സ് ടു ജി ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു എച്ച്. അതായത് ഇവിടെ എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും എപ്പോൾ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു എച്ച്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ പിയും ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിനെ ക്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നു. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ക്യൂ ഇംപ്ലൈസ് പി പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം
അസ്യൂം ചെയ്യുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്യുക. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി അല്ലേ? ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി അസ്യൂം ചെയ്തു. എന്നിട്ട് എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു എച്ച്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സബ് ഗ്രൂപ്പാണ്, എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം എന്താ? എച്ച് സബ് ഗ്രൂപ്പ് ആവാനുള്ള കണ്ടീഷൻ തന്നെ എന്താണ്? എച്ച് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രൂപ്പ്. എച്ചും ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ആവണമെങ്കിലുള്ള കണ്ടീഷനാണ് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടിയാണ് എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു എച്ച്. അപ്പോൾ അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു എച്ച്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കത് കിട്ടും. സിമ്പിളായിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് കോൺവേഴ്സ്ലി അസ്യൂം ദ സെക്കൻഡ് പാർട്ട്. കോൺവേഴ്സ്ലി അസ്യൂം ചെയ്യാം. എന്താണ് സെക്കൻഡ് പാർട്ട്? എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു എച്ച്. അപ്പോൾ എന്ത് പറയാം? എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു എച്ച് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സബ് ഗ്രൂപ്പ് ആവാനുള്ള 4 കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം, ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ക്ലോഷർ പ്രോപ്പർട്ടി നോക്കാം. ക്ലോഷർ പ്രോപ്പർട്ടി നോക്കുമ്പോൾ എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ബി ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത കാര്യമാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എ ബി സി ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. എന്ത്? ജിയിലെ സബ്സെറ്റാണ് എന്ത്? എച്ച്. അപ്പോൾ ജിയിലുള്ള എലമെൻറ്റ്സ് അസോസിയേറ്റീവ് ആണെങ്കിൽ എച്ചിലുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും? അസോസിയേറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് നോക്കാം. എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ജി ഒരു ഫൈനൈറ്റ് ഓർഡറുള്ള ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് നമുക്ക് എൻ ആയിട്ട് അസ്യൂം ചെയ്യാം. ഫൈനൈറ്റ് ആണ്, അപ്പോൾ അവിടെ n എലമെൻറ്റ്സ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യം എന്തറിയണം? എന്താണ് ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്നറിയണം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് n ആണ്. അങ്ങനെയാണെങ്കിൽ എലമെൻറ്റും എന്ത് തന്നെ ആയിരിക്കും? ഫൈനൈറ്റ് ഓർഡർ ആയിരിക്കും. അപ്പോൾ ഓർഡർ ഓഫ് എലമെൻറ്റും നമ്മൾ ഡെഫിനേഷൻ പഠിക്കണം. ഓർഡർ ഓഫ് എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ കിട്ടുന്ന സ്മോളസ്റ്റ് എന്നിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് എലമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ എന്നും ഇവിടെ ഫൈനൈറ്റ് ആണ്. അപ്പോൾ ഏതോ ഒരു എന്നിൽ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടുന്നുണ്ട്. അതെവിടെ ഉണ്ടായിരിക്കും? എച്ചിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് പറയാം? ഐഡൻറ്റിറ്റി എലമെൻറ്റും ഈ ഒരു എച്ച് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ ആണ്. അതെവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? എച്ചിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞൂടെ? ഓക്കെ. ഇനി നമുക്കിവിടെ നോക്കാം. എ ബിലോങ്സ് ടു എച്ച് ആൻഡ് എ ബിലോങ്സ് ടു എച്ച്. എ തന്നെ നമുക്ക് 2 ടൈംസ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ബിലോങ്സ് ടു എച്ച് അല്ലേ? കാരണം ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാം എ ഇൻറ്റു എ സ്ക്വയർ ബിലോങ്സ് ടു എച്ച് ആണെന്നുള്ളത്. അങ്ങനെ ആവുമ്പോൾ പിന്നെ എ സ്ക്വയറിനെ എന് വീണ്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്ത് പറയാം? എ ക്യൂബ് ബിലോങ്സ് ടു എച്ച് ആണ്. അപ്പം അങ്ങനെ നമുക്ക് എ റേസ് ടു എൻ വരെ പറയാം. അപ്പോൾ എ റേസ് ടു എൻ എവിടെ ഉണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ റേസ് ടു എൻ ഈസ് എക്സിസ്റ്റ് ഇൻ എച്ച്. എച്ചിൽ എ റേസ് ടു എൻ ഉണ്ട്. ഇനി ഈ എ റേസ് ടു എന്നിനെ സ്പ്ലിറ്റ് ചെയ്ത് എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതി കൂടെ? പവർ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. നമ്മൾ ഈ കേസിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എ റേസ് ടു എന്നിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതാം. അതിൽ എ റേസ് ടു എൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അതായത് നമുക്ക് ഇങ്ങനെ പറയാം എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ഇസ് ഈക്വൽ ടു ഇ. ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ലേ? ഇതാ ഇവിടെ എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ഇസ് ഈക്വൽ ടു ഇ ആണ്. ഒന്നുമില്ല, എ റേസ് ടു എന്നിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇവിടെ നമുക്ക് എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആണെന്നറിയാം. ഇത് ഓൾറെഡി ബിലോങ്സ് ടു എച്ച് ആണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഒരു എലമെൻറ്റിനെ
അതായത് എ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താ? എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എന്തിനെ? എ റേസ് ടു n മൈനസ് 1ന്. അപ്പോഴാണ് നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത് അല്ലേ? ക്ലിയർ ആയോ? അതായത് എ എന്ന് പറയുന്ന എലമെൻറ്റിനെ എ റേസ് ടു n മൈനസ് 1 കൊണ്ടതാ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് പറയാം? ഈ എ റേസ് ടു n മൈനസ് 1 ആണ് എയുടെ ഇൻവേഴ്സ്. അപ്പോൾ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു n മൈനസ് 1. അപ്പോൾ എച്ച് എന്ത് പറയാം? സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പറയാം.